ഈ സൃഷ്ടി പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്തായ പദം വികാരം ഏതെന്ന് ചോദിച്ചാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഉത്തരം നൽകുക സ്നേഹമെന്നായിരിക്കും. വളരെ വിപുലമായ അർത്ഥവും വ്യാപ്തിയുമുള്ള ശ്രേഷ്ഠമായ വികാരമാണ് സ്നേഹം. മതതലവനായ ദലൈ ലാമ ഈയിടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമായി കടന്നു വരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മതമില്ലാത്ത ഒരു ലോകത്തിൽ എനിക്ക് ജീവിക്കുവാൻ സാധിക്കും, എന്നാൽ സ്നേഹമില്ലാത്ത ഒരു ലോകത്തിൽ ജീവിക്കുക അസാധ്യം തന്നെ. സ്നേഹഭാവത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി കരുതപ്പെടുന്നത് അഗാപ്പെ അഥവാ ദൈവസ്നേഹം എന്നതാണ്. അഗാപ്പെ മീൻസ് ടു ലവ് ദ അൺലവ്ലി ആൻഡ് ദ അൺലവബിൾ. ദൈവം തൻ്റെ സ്വന്തം ഛായയിലും സ്വാതന്ത്ര്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ തനിക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ച് ദൈവം ഏറ്റവും വെറുക്കുന്ന അഹങ്കാരം എന്ന പാപത്തിൽ നിന്ന് പർദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ തൻ്റെ ഏകജാതകം നൽകുവാൻ മാത്രം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. പരിമിതികളില്ലാത്ത ദൈവസ്നേഹം 10 പ്രമാണങ്ങളുടെ പാലനയ്ക്കുള്ള ശരിയായ ജീവിത ശൈലി ഒരുക്കി തന്നു. ആ പ്രമാണങ്ങളെ ശ്രേഷ്ഠമായ 2 പ്രമാണങ്ങളിൽ ഒതുക്കി നിർത്തി. 1. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക. 2. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ദൈവത്തിൻ്റെ അനന്ത സ്നേഹം നിഴലിച്ചു നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. ഹാഗാറിന് മരുഭൂമിയിൽ നീരുറവ് കാണിച്ചു കൊടുത്ത ദൈവത്തിൻ്റെ അതിരില്ലാത്ത സ്നേഹത്തിന് വേറൊരു വശം പുതിയ നിയമത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ കാണാം. ഇവിടെ തന്നെ ധൂർത്ത മകൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന പിതാവിനല്ലോ കൂടുതൽ പ്രശസ്തിയും തിളക്കവും. സ്നേഹത്തിൻ്റെ ഉദാത്ത ഭാവമാണ് മാതൃസ്നേഹം. അതിൻ്റെ വിളനിളവും മൂർത്തിഭാവവുമാണ് പരിശുദ്ധ അമ്മ. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി മലം വരെ തൻ്റെ പൊന്നോമനമായ നിഴൽ പോലെ പിന്തുടർന്ന ആ മാതൃഹൃദയത്തിൻ്റെ പിൻബലം സ്നേഹമെന്ന അതുല്യ വികാരമല്ല. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ സർവ്വസ്നേഹത്തിന് ഉറവിടമായ ദൈവം നമുക്ക് ഉറപ്പു തരുന്നു. സ്നേഹത്തിന്റെ സുവിശേഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കേണ്ടതിനായി അദ്ദേഹം നമ്മളെ ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്: നമുക്ക് പരസ്പരം സ്നേഹിക്കാം, എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയത്തില്ല, കാരണം ദൈവം സ്നേഹമാണ്. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമുക്ക് പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വന്തം പുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സ്വന്തം സഹോദരനെ പഴിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുക അസാധ്യം തന്നെ. അപ്പോൾ നമുക്ക് പരസ്പരം സ്നേഹിക്കുക എന്നതിലുപരി ആരോടും ഒരു കടപ്പാടും വേണ്ട. ജാതി മത നിറഭേദമന്യേ സ്വന്തം ജീവിതത്തിൽ സ്നേഹം നിവൃത്തിയാക്കി കാണിച്ചു തന്ന ലോക പ്രശസ്തയായ മദർ തെരേസയ്ക്ക് ലഭിച്ച ഊർജം മുഴുവനും ഒരു അപ്പകഷ്ണത്തോളം ചെറുതായിരുന്നു. വാഴ്ത്തപ്പെട്ട മദർ തെരേസ ഇങ്ങനെ പറഞ്ഞു: പ്രാർത്ഥനയുടെ ഫലം വിശ്വാസം, വിശ്വാസത്തിൻ്റെ ഫലം സ്നേഹം, സ്നേഹത്തിൻ്റെ ഫലം സേവനം, സേവനത്തിൻ്റെ ഫലം സമാധാനം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നാം അഭിമാനിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ കഴിഞ്ഞ ഒക്ടോബർ 11 വിശുദ്ധയായി നാമകരണം ചെയ്യപ്പെട്ട അൽഫോൺസ അമ്മയ്ക്കുടെ ജീവിതം സ്നേഹത്തിന് വേണ്ടി സഹനത്തിൻ്റെ തീച്ചുളയിൽ എരിഞ്ഞൊടുങ്ങിയതാണ്. അവർ ഇങ്ങനെ പറഞ്ഞിരുന്നു: സ്നേഹത്തെ പ്രതി ദുരിതങ്ങൾ സഹിക്കുക, അത് സന്തോഷിക്കുകയും ചെയ്യുക. അങ്ങനെ സ്നേഹത്തിന് വേണ്ടിയുള്ള മത്സരമോട്ടമാവട്ടെ നമ്മുടെ ജീവിതം. ഓ സ്നേഹമേ, നിന്നിൽ ലയിക്കും വരെ എന്ന ആത്മാവ് അസ്വസ്ഥമായിരിക്കും എന്ന് ഉദ്ഘോഷിച്ച സെന്റ് അഗസ്റ്റിനെ പോലെ നമുക്കും പറയുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായിരുന്നു. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേർന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി.